ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങളല്ല ബഹുജനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചേരും. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശദീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബി കുഞ്ഞികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതില് ഞാൻ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ഏതാ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു? ഞാൻ ചോദിക്കട്ടെ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ ഇപ്പോ പാർട്ടിയുടെ ജാഥ നടന്നല്ലോ, സംസ്ഥാന ജാഥ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പോലെ കള്ളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടിയെങ്കിൽ ആ കള്ളന്മാരുടെ പാർട്ടിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വരുമോ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിരോധിക്കാനുള്ള വഴി പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജനങ്ങളുടെ മുമ്പാകെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്.